പാഠം 514. ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. ആ, ശിശുപാല കണ്ടില്ലേ? അതോടെ പോയി. ശിശുപാലനോട് ആരാ സർക്കാർ ഫയല് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? ഞാനോ? ശരി, 10 മണിക്ക് ഞാൻ ഓഫീസിൽ വരുമ്പോ ഫയൽ എവിടെ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഒരു കാര്യം ശ്രദ്ധയോടെ ചെയ്യില്ല. എല്ലാം ഞാൻ തന്നെ നോക്കണമെന്ന് വെച്ചാ ഇത് എത്ര നേരം ഇങ്ങനെ കറങ്ങിയായിരിക്കും? പാമ്മിക്കൊണ്ട് ഞാൻ തോറ്റു. എവിടെ പോയി? ഓൺ ചെയ്ത് വെച്ചിട്ട് പോയോ? ഇവളെന്നെ മുടിപ്പിച്ച് അടങ്ങൂ. എന്താ ഇത്? ഈ ടാപ്പ് തുറന്നു നടക്കുന്നുണ്ടല്ലേ? അതൊന്ന് ഓഫ് ചെയ്തേക്ക് മോഹനേട്ടാ. നീ വാ. എന്താണ്? വരാൻ. എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. ഈ ടാപ്പടയ്ക്കാതെ അടച്ചു മതിയോ? പോരാ. ഇനിയെന്താ? എന്താണ് സാറിന്റെ ഉദ്ദേശം? ഇനി മുതൽ ശ്രദ്ധക്കുറവുകൊണ്ടുണ്ടാകുന്ന തെറ്റുകൾക്ക് 10 ഏത്തണം. അതാണ് ഇവിടുത്തെ നിയമം. ഇതെന്തോന്ന്? പ്രൈമറി സ്കൂളോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പോരെ. ഇനി എനിക്ക് നോക്കി പോവാലോ. എന്റെ ഷർട്ട് തയ്ച്ചിട്ടില്ല. ആ കാര്യമാണല്ലോ ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞത്. ഷർട്ട് അലക്കി മുറ്റത്തെ അയൽ വിരിച്ചിട്ടിട്ടുണ്ട്. സാധനം ശരിക്കും വിരിച്ചാത്തിന്റെ പ്രശ്നമായത്. പ്രശ്നമാവുമെന്തോ. ഇവിടെയാണല്ലോ കിടന്നിരുന്നു. ഇവിടെ കൊണ്ട് ഷോൾ അവിടെ ഞാൻ കണ്ടില്ല. ഞാൻ വന്നപ്പോൾ ഷർട്ട് മാത്രമേ കിടന്നുള്ളൂ. അതെങ്ങനെയാ മോഹനേട്ടാ? എന്റെ ഷോൾ അവിടെ പോയി. കാറ്റത്ത് പറഞ്ഞത് അങ്ങോട്ട് പോയി കാണും. ഇതാരാ ഇങ്ങനെ ചെയ്തത്? ഞാൻ അങ്ങനെ അറിയും. മോഹനേട്ടനെ അറിയില്ല. എനിക്കറിഞ്ഞൂടാ. ശരി, ശരിയാക്കി തരാം. 2, 3, 4, 5, 6, 7, 8. ഇവിടെയാ? എന്താ നോക്ക്. മുറ്റത്തെ അയൽ അലക്കിട്ട ഷോള് ഇതാ. ആ ചാത്തനെ എനിക്ക് പിടികിട്ടി. മോഹനേട്ടൻ കേറിയതാണെന്നാണ് കരുതിയതല്ലേ? ഏത്തവിടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ ഷോള് വാങ്ങി. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം ഞാൻ പറയാതെ എനിക്ക് വാങ്ങിത്തരുന്നത്. എനിക്ക് സന്തോഷമായി. 2 പ്രാവശ്യം ഏതിടേണ്ടി വന്നാൽ എന്താ? എന്റെ ഒരു ആവശ്യം നടന്നില്ലേ?